ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PK സത്യഭാമ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ 2025-26 സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കേരള സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കീഴിലുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഈ നേട്ടം. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PK സത്യഭാമ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ഹോട്ടലുകൾ പോലെ തന്നെ നമ്മുടെ വീടും ചെറുകിട വ്യാപാരങ്ങളും എല്ലാം ഭക്ഷ്യസുരക്ഷയിൽ കൊണ്ടുവരണം. നല്ല ശുദ്ധമായ വെള്ളം, നല്ല ഭക്ഷണം, അതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഉന്നതമായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ആരോഗ്യപരമായിട്ട് ആരോഗ്യ പ്രവർത്തകരാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ ചെയ്യുന്നവരാണ്. ആദ്യമായിട്ട് തന്നെ ഈ ക്ലാസ് വരുന്നത് സ്കൂൾ, അതുപോലെ തന്നെ സ്കൂളുകളോടനുബന്ധിച്ചിട്ട് ചെറുകിട വെള്ളം മിഠായി അതൊക്കെ മാലിന്യം ചേർന്ന് അതിനൊക്കെ നിങ്ങൾ ഇറങ്ങി ചെന്ന് അതൊക്കെ ഒരു ബോധവൽക്കരണം നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ കടകളിൽ നടത്തുന്ന മായങ്ങൾ നമ്മുടെ ഓഫീസർമാർ ഇടപെടലുകൊണ്ട് ഒരു പരമാവധി വരെ അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട്. എന്നാലും പലതും ഇന്ന് കുന്നുകൾ പോലെയാണ് പലയിടത്തും നമ്മുടെ ഈ കടകളായാലും പെട്ടെന്ന് പൊന്തി വരുന്നുണ്ട്. അത് ചിലത് നമ്മുടെ ലൈസൻസ് എടുത്തതാവും, ചിലത് ലൈസൻസ് ഇല്ലാത്തതായിരിക്കാം. അതിനൊക്കെ ഒരു മാറ്റം ഈ കുടിയേറുന്ന ഇന്നത്തെ കുട്ടികളെ പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണത്തിനോടാണ് താല്പര്യം. അതിനെല്ലാം മാറ്റം വന്നേ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണം കൊടുത്ത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്ലാസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളോട് ഇവിടെ എത്തിച്ചേരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് എല്ലാ അംഗങ്ങളും എത്തിച്ചേർന്നാൽ മാത്രമാണ് നമുക്ക് ഇത് ജനങ്ങളിലേക്ക്, താഴെക്കടയിലേക്ക് ഇത് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുമൊക്കെ നമ്മുടെ ഭക്ഷ്യസുരക്ഷ നമ്മളിൽ ഉറപ്പാക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ ഉറപ്പാക്കുന്നത് ഏറ്റവും നല്ലതാണ്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ മികച്ചതായിട്ട് നമുക്ക് തീരാൻ സാധിക്കുള്ളൂ. നമ്മുടെ കുഞ്ഞുമക്കളെ വളർത്തിയെടുക്കണമെങ്കിലും ഈ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കിയിട്ട് തന്നെ വേണം അവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. പദ്ധതിയുടെ ഭാഗമായി ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. പരമാവധി ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്. ടിഫൻ, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, അതായത് ഒന്നും ഞാൻ കഴിക്കില്ല, പറ്റില്ല. വന്ന ദോശ കണ്ടപ്പോൾ വേറെ ആക്രമണത്തിൽ 2 ദോശ കഴിച്ചു. 2 ദോശയും ഒരു 2 എന്താ പറയുക പൊക്കോറ പോലത്തെ 2 ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ കഴിച്ചു. മതിപോലും കഴിച്ചു. അങ്ങനെ യാത്രയായി 2 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിപ്പണി. 2 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിപ്പണി. ആ തുടക്കം പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം 11 മണിക്ക് ഞാൻ 6 ഇഡ്ഡലി കഴിക്കുക. സാധാരണ കാലത്ത് ഇഡ്ഡലി കഴിക്കാൻ വന്നാൽ ഞങ്ങൾ വീട്ടിൽ 10-14 ഇഡ്ഡലി കഴിക്കുന്നതാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം ഉറപ്പില്ല, കാലത്തെ ഭക്ഷണം നിർബന്ധം. ഞാൻ സൂചിപ്പിച്ചു വന്നത് പച്ചവെള്ളവും പഴവും കഴിച്ച് ഒരു 18 പ്രാവശ്യം വയറിലേക്ക് പോയി. എന്നിട്ട് ഞാൻ എൻ്റെ വീട് വരെ എത്തി. എങ്ങനെ എത്തി എന്ന് എൻ്റെ അമ്മ അച്ഛൻ ചോദിച്ചിരുന്നു. കാരണം ഈ 10-18 പ്രാവശ്യം വയറിലേക്ക് ശരീരത്തെ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടു. നീ ഒരു ക്ഷീണിതനാവാൻ എങ്ങനെ എൻ്റെ വീട്ടിലെത്തുന്നതെന്ന് ചോദിച്ചു. വ്യാഴാഴ്ചയും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പഞ്ചായത്ത് ഹാളിൽ ലൈസൻസ് മേള തുടരും. വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് പരിധിയിൽ കർശന പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അറിയിച്ചു. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും പല പഞ്ചായത്തുകളിലും സെലക്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്ത 3 പഞ്ചായത്തുകളിൽ ഒന്നാണ് കൊണ്ടാഴി പഞ്ചായത്ത്. അപ്പോൾ ഈ 25-26 സാമ്പത്തിക വർഷത്തിൽ ഈ ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉദ്ദേശം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പൊതുജനങ്ങളിലേക്ക് ഈ ഒരു സുരക്ഷിതമായ ഭക്ഷണശീലത്തെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം, അതിനൊരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്.
ആശാവർമാർ നമ്മളെപ്പോഴും പൊതുജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നവരാണ്, അവരുമായി നിരന്തരം ഇടപെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് തന്നെ ആശാവർക്കർമാർക്ക് തന്നെ കൊടുക്കാനായി തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നമ്മൾ പരമാവധി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാം. ഇത് ഈ ഒരു പ്രോഗ്രാം 2 ദിവസങ്ങളായിട്ട് നടത്തുന്നത് ബോധവൽക്കരണ ക്ലാസ്സുകളും അതുപോലെ ലൈസൻസ് മേളയാണ്. ലൈസൻസ് ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റമാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈ പഞ്ചായത്തിൽ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടാൻ കഴിയുന്ന ആളുകൾ ആശാവർക്കർമാരാണ്, അല്ലെ? നിങ്ങൾ കൃത്യമായിട്ട് ഓരോ വീടും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്ഥലത്ത് ഓരോ കടകളും നിങ്ങൾക്കറിയാം. ആ കടകൾ എങ്ങനെയാണ് നിലവാരം എന്ന് നിങ്ങൾക്കറിയാം. പല കടകളും പല നിലവാരത്തിലല്ലേ ഫുഡ് കൊടുക്കുക. ചിലത് നല്ല വൃത്തി ഉണ്ടാവും, ചിലത് ഫ്രണ്ടിൽ നല്ല വൃത്തി ഉണ്ടാവും, ബാക്കിൽ പോയാലോ ഭയങ്കര പ്രശ്നമായിരിക്കും. ആ ഫ്രണ്ടിൽ നല്ല വൃത്തിയായിരിക്കും, നല്ല തുടച്ച് ഇവിടെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഈ കഴിച്ച ഭക്ഷണത്തിൽ അവർ നായ വന്നിട്ട് ആ പാത്രം നക്കുന്ന അവസ്ഥ വരെ നമ്മുടെ കൂടെ ഉണ്ട്. പൊറോട്ടക്കല്ലിൽ നായ കയറി കിടക്കുന്ന, അതൊക്കെ പറയണ്ട, പൊറോട്ടക്കല്ലിൽ നായ കയറി കിടക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ അതിന് ഒരു മറ നിർബന്ധമാണ്. CCV ന്യൂസ് കൊണ്ടാഴി.